ആടുജീവിതം ഞാൻ ഈ ഒരു പടം കണ്ടിട്ട് കരഞ്ഞുപോയി. ഇറ്റ്സ് എ പീസ് ഓഫ് മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റോറി, ബെന്യാമിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, ഈ പറയുന്ന ബ്ലെസ്സി സാറിൻ്റെ ഡയറക്ഷൻ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ രാജു ഏട്ടൻ്റെ ആക്ടിങ്. ഞാൻ ആ ഒരു പടം കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ നിന്ന് സത്യം പറയാലോ വെള്ളം വന്നു. അതേപോലെ തന്നെ ട്രെയിലറിൽ കണ്ടതെല്ലാം പോയി. സിനിമയാണ് നിജം. അതിൽ ട്രെയിലർ നമ്മൾ കാണുന്ന കുറച്ച് ഷോട്ടുകളൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാമെങ്കിലും ആ ഒരു സിനിമയിൽ നമ്മൾ കാണാത്ത ഒരു പൃഥ്വിരാജിനെ നമ്മൾ കാണും. ആ ഒരു ആക്ടറിൻ്റെ ഡെഡിക്കേഷൻ 16 കൊല്ലം എടുത്തു. നമുക്കറിയാം 16 കൊല്ലമാണ് ഈ പറഞ്ഞ ബ്ലെസ്സി എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടർ ഈ ഒരു പടത്തിന് വേണ്ടി പുറകെ നടന്നത്. പക്ഷേ ഈ പറയുന്ന ഓരോ ക്രൂ ആൻഡ് അതിൻ്റെ വർക്കേഴ്സിൻ്റെയും ആ ഒരു കഷ്ടപ്പാട് ഞാൻ റിവ്യൂ കേട്ടോ, അല്ലെങ്കിൽ റിവ്യൂ അല്ല, ഈ പൃഥ്വിരാജിൻ്റെ ഒരു അല്ലെങ്കിൽ രാജുവിൻ്റെ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നു. അതിൽ സാൻഡ് സ്റ്റോൺ, നമ്മുടെ ഈ മണ്ണിൻ്റെ ഈ ഒരു ചുഴലി വരുന്ന സമയത്ത് റിയലായിട്ട് കുറച്ച് ഷോട്ടുകൾ ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ആ ഓരോ ഷോട്ടിലും മനസ്സിലാവും. നമുക്ക് CG നമ്മുടെ ഈ ഗ്രാഫിക്സ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ഇത് CG ആണ്. ചില ഭാഗത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ പറഞ്ഞ CG കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും, അത്ര ഗ്രാഫിക്സ് പെർഫെക്റ്റ് ആയിട്ടുള്ള എന്നൊക്കെ. പക്ഷേ ഒരു ഓസ്കാർ നോമിനേഷന് വരാൻ പറ്റുന്ന രീതിയിൽ ഓസ്കാർ നോമിനേഷന് പോകുന്ന ആ ഒരു ലെവൽ ഓഫ് വർക്കാണ് ഈ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ചില ആൾക്കാർ പറയും ലാഗ് ഉണ്ട്, ചിലർ പറയും ലാഗില്ല. ഈ ഒരു പടത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു മാനറിലാണ് പടം എടുത്തിരിക്കുന്നത്. സിനിമക്ക് വേണ്ട ആ ഒരു പേസ് കൺട്രോൾ ചെയ്ത് തന്നെയാണ് ഈ ഒരു സിനിമ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം, ഇപ്പോൾ എല്ലാവരും ഈ നോവൽ വായിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പം ഞാനാണെങ്കിലും പേഴ്സണലി ഈ നോവൽ വായിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇവിടെ കേട്ട് ഈ പറഞ്ഞ ഇൻ്റർനെറ്റിലും കുറേ കാര്യങ്ങളൊക്കെ കേട്ടുള്ളൂ. പണ്ട് പിള്ളേർ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ സ്കൂളിൽ ആടുജീവിതം പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മലയാളത്തിൽ എവിടെയോ ഈ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ ഈ ആൾക്കാർ ചിലപ്പോൾ പറയും നോവൽ പോലെ അല്ല, അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് പോലെ അല്ല സിനിമ എന്ന് പറയും. നമ്മൾ ഒരു സാമ്പാർ വീട്ടിലുണ്ടാക്കുന്നതും കടയിൽ പോയി കഴിക്കുന്നതും സാമ്പാറായിരിക്കാം, പക്ഷേ രണ്ടും രണ്ടാണ്. ഈ ഒരാൾക്ക് തന്നെ സെയിം സാമ്പാർ രണ്ട് രുചികളായിട്ട് ഫീൽ ചെയ്യാം. അതേപോലെയാണ് ഒരാൾ നോവൽ വായിച്ചിട്ട് ആ സെയിം ഒരു വ്യക്തി ഈ സിനിമ കാണുമ്പോൾ അതിങ്ങനെയല്ലല്ലോ, അതങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ രണ്ടും രണ്ട് തരമായിട്ടാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത്. കാരണം ആ ഒരു 3 മണിക്കൂർ 2 മണിക്കൂറും 52 മിനിറ്റും ഈ ഒരു സിനിമയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർ കൊണ്ടുവന്ന് റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സബ് ടൈറ്റിൽസിൽ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സബ് ടൈറ്റിൽസും പൃഥ്വിരാജ് ആ ഒരു ക്യാരക്ടർ എങ്ങനെ മനസ്സിലാകുന്നു, അവർക്കെങ്ങനെ മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കുഞ്ഞു കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു റിസംബ്ലൻസ് ഈ ഒരു ഡയറക്ടർ ബ്ലെസ്സി എന്ന ഡയറക്ടർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പടം എന്ന് പറയുന്നത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ചിലവർക്ക് ഇപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ചില സീനുകൾ വരുമ്പോൾ ചില സീനുകൾ കാണുമ്പോൾ നമ്മുടെ കാല് തരിക്കണ അത് കാണാൻ പറ്റില്ല എന്നൊക്കെയുണ്ട്. ചിലർക്ക് ബ്ലഡ് കാണാൻ പറ്റില്ല, ചിലർക്ക് ഈ പറഞ്ഞ സൂചി കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഷോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്തവരാണ് ഈ കണ്ണടച്ചിരുന്നാലും മതി. പക്ഷേ ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ട് ആ ഒരു വ്യക്തി, ഇത് നമ്മുടെ സ്വന്തം മലയാളിയായിട്ടൊരു നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഥ തന്നെയാണ്. ആ ഒരാൾ അനുഭവിച്ചത് എന്താണെന്ന് എങ്ങനെയാണെന്ന് ഈ ഒരു പടത്തിൽ റിസംബ്ലൻസ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പടത്തിൽ അതിൽ പറയുന്നുണ്ട്, ഇത് കാണാത്തവരും അനുഭവിക്കാത്തവർക്കും എല്ലാം ഇതൊരു കെട്ട് കഥയാണ്. പക്ഷേ ഈ ഒരു പടം എന്ന് പറയുന്നത് വാക്കുകളില്ല. കാരണം ആ ഒരു പടം കണ്ട് മനസ്സിലാക്കി ഫീൽ ചെയ്ത് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒരു മലയാളി ഇത്രയും കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് പുറത്തേക്ക് വീടും നാട്ടുകാരൊക്കെ വിട്ടു പോയിട്ടും അയാൾ തിരിച്ചു വരാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു വിൽ പവർ ഉണ്ട്, എനിക്ക് വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലോകത്ത് കുറേ നല്ല ആൾക്കാരുണ്ട്, കുറേ മോശപ്പെട്ട ആൾക്കാരുണ്ട്. ആ നല്ല ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇപ്പോഴും
ഭൂമി നിലനിന്ന് പോകുന്നത്. സോ ആ ഓരോ റെഫറൻസും ഓരോ സെംബ്ലൻസും എല്ലാ കാര്യങ്ങളും ഈ ഒരു പടത്തിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അവസാനം വരെ നമ്മൾ കണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണും നനയും, നമ്മുടെ മനസ്സും നനയും. അത് ഉറപ്പുള്ള കാര്യമാണ്. സോ എല്ലാവരും ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. രാജു ഏട്ടാ, ഹാറ്റ്സ് ഓഫ് ഫോർ യുവർ ബോഡി ട്രാൻസ്ഫോർമേഷൻ. അത്രമാത്രം ആ ഒരു പടത്തിന് വേണ്ടി ഈ ഒരു മനുഷ്യനെ അവരുടെ ശരീരം എന്താ പറയുക, അൺഹെൽത്തി ആയിട്ട് പോലും അത്രയും മാത്രം മാറ്റി. 16 കൊല്ലം സ്ക്രിപ്റ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, കാസ്റ്റിംഗ്, പിന്നെ കോവിഡ് പാൻഡമിക്, ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ബ്ലെസ്സി എന്ന് പറഞ്ഞ ആ സാറ്, ഡയറക്ടർ ഇതിൻ്റെ പുറകെ നടന്നു. അതേപോലെ തന്നെ ഓരോ ആർട്ടിസ്റ്റും, ക്യാമറമാൻ ആയിക്കോട്ടെ, സൗണ്ട് സിസ്റ്റം, നമ്മുടെ സൗണ്ട്, എ.ആർ. റഹ്മാൻ സാറ്, സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ബീറ്റ്, ഒരു റിതം നമ്മുടെ ഹാർട്ടിൽ നമുക്ക് ഇടിക്കും. അത്ര ഫീലായിട്ടാണ് ആ ഒരു ട്രാക്ക് ആ ഒരു എന്താ പറയുക, ആ സ്ഥലത്ത് ആ ഒരു പാട്ട് ഇട്ടേക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് നമുക്കിങ്ങനെ മനസ്സിലിടിക്കും ആ ഒരു സൈനവും നജീബിൻ്റെ ആ ഒരു കോംബോയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നമ്മളവിടെ ആ തിയേറ്ററിലിരുന്ന് നമ്മൾ ഫുള്ളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ആ ഒരു മനുഷ്യൻ പോകുന്ന വഴി നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ തന്നെയാണ് പടം എടുത്ത് ചെയ്യുന്നത്. കുറേ സംസാരിച്ച് പോകും, കാരണം അത്രത്തോളം ഈ ഒരു പടം ചെയ്തിട്ടുണ്ട്. ആസ് എ പീസ് ഓഫ് മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ഓസ്കാറിനോ അല്ലെങ്കിൽ വലിയ നാഷണൽ അവാർഡ്, നമ്മുടെ രാജുവിൻ്റെ ഈ ഒരു ആക്ടിങ്ങിന് നാഷണൽ അവാർഡ് ഉറപ്പാണ്. അത്ര നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. റിവ്യൂസ് പറയുമ്പോൾ എല്ലാവരും പല എക്സ്പെക്റ്റേഷനാണ്. അതേപോലെ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കാതെ ഒരു ബ്ലാങ്ക് മൈൻഡായിട്ട് പോയി കാണുക, തിരിച്ചു വരിക. നിങ്ങൾക്ക് എന്തായാലും ഫിലിം ഇഷ്ടപ്പെടും. സോ ഇതേപോലെ പുതിയ മൂവീസിൻ്റെ റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് യു ഐ വിൽ സേ ഫ്രം AXMR സൈനിങ് ഓഫ്. പീസ്.